സ്റ്റെപ്പ് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ഇത്രയും സ്റ്റെപ്പ് ഫോർത്ത് ഫ്ലോർ അല്ലത് ഫോർത്ത് ഫ്ലോറിലാണ് ഞാൻ സ്റ്റെപ്പ് കയറി കാലിന് പ്ലാസ്റ്റർ ഇടാനാണ് പറഞ്ഞത്. ഒരു കാലിലല്ല 2 കാലിന് പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞ ആളാണ് ഞാൻ. ആ ഒരു ഞാനാണ് ഇപ്പോൾ മുട്ടുമടക്കി നിസ്കരിക്കുന്നത് ഇത്രയും സ്റ്റെപ്പ് കയറി വന്നത്. സ്റ്റെപ്പ് കയറാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം മാറി. മൊത്തത്തിൽ എൻ്റെ തലയ്ക്കുള്ള ഒരു കനം കുറഞ്ഞതുപോലെ ശരീരത്തിന് ഒരു ഫ്ലെക്സിബിൾ ആയ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു പ്രശ്നമാണ് ഇപ്പം എനിക്ക് പരിഹരിച്ച് ഞാൻ പോകുന്നത്. ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ച ഒരു സംഭവമാണ് എനിക്ക് തിരിച്ച് കിട്ടിയിട്ട് ഞാൻ പോകുന്നത്. ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് കാലിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 4-5 ഡോക്ടറിനെ കാണിച്ചു. പിന്നെ അവരൊക്കെ പറഞ്ഞത് ഒരു സ്റ്റെപ്പ് പോലും കയറരുത്, സ്റ്റെപ്പ് കയറാതെ നിങ്ങൾ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കലും സ്റ്റെപ്പ് കയറാതിരിക്കലൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട്, പിന്നെ വീട്ടിൽ വേറെ ആരും സഹായത്തിന് ഇല്ലാത്തൊക്കെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ഈ വീഡിയോ കാണിച്ചു തന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ നമുക്ക് പോവാം, കാലിന് നടക്കാൻ വരെ പറ്റൂലായിരുന്നു. ആ സമയത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളും എല്ലാം ആലോചിച്ചിട്ട് ഞാൻ പോവാട്ടെ നിന്ന്. പക്ഷേ ഇവിടെ മരുന്നില്ല. ഞാൻ സാറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിൽ മരുന്നില്ലാത്തൊരു ചികിത്സ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയിട്ട് ഇവിടെ വന്നാൽ മാറുന്നുള്ളൊരു വിശ്വാസം വന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ മുട്ടുമടക്കി നിസ്കരിക്കില്ലായിരുന്നു. ഞാൻ ഈ കസേരയിൽ ഇരുന്നിട്ടായിരുന്നു നിസ്കരിക്കും. അപ്പോൾ മുട്ടുമടക്കി അത്തയ്യാത്തിലൊക്കെ വളരെ റാഹത്തായിട്ടിരുന്ന് നിസ്കരിച്ച് ദുആ ചെയ്തിട്ടാണ് എണീക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ പിന്നെ കഴുത്തിന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. കഴുത്ത് ചെറിയ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് സമയം ഞാൻ ആ കഴുത്തിൻ്റെ കാര്യം സാറിനോട് പറഞ്ഞപ്പം സാറ് അത് നല്ല രീതിക്ക് തന്നെ അത് സാറിൻ്റെ ഒരു തെറാപ്പിയിലൂടെ തന്നെ അതെനിക്ക് മാറ്റി 1% വേണമെങ്കിൽ പറയാമെന്ന് മാത്രം. അത്രയും റാഹത്താണ്. കാരണം കാലിൻ്റെതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കാരണം സ്റ്റെപ്പ് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ഇത്രയും സ്റ്റെപ്പ് ഫോർത്ത് ഫ്ലോർ അല്ലത് ഫോർത്ത് ഫ്ലോറിലാണ് ഞാൻ സ്റ്റെപ്പ് കയറി എത്തിയത്. എനിക്ക് മുട്ടുമടക്കി നിസ്കരിക്കാൻ കഴിയുന്നത് തന്നെ വളരെ റാഹത്താണ്. കാരണം 4-5 ഡോക്ടേഴ്സിനെ ഞാൻ വലിയ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് കാലിന് പ്ലാസ്റ്റർ ഇടാനാണ് പറഞ്ഞത്. ഒരു കാലിലല്ല 2 കാലിന് പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞ ആളാണ് ഞാൻ. ആ ഒരു ഞാനാണ് ഇപ്പോൾ മുട്ടുമടക്കി നിസ്കരിക്കുന്നത് ഇത്രയും സ്റ്റെപ്പ് കയറി വന്നത്. 20 വർഷത്തോളമായിട്ടുള്ള നടുവേദന ഉണ്ടായിരുന്നു എനിക്ക്. അത് ഇപ്പോൾ ഒരുപാട് കുറവായി. ഒരു 80% മുകളിൽ എനിക്കത് കുറവ് വന്ന്. അതുപോലെ ഞാൻ ഒരു വർഷമായിട്ട് BP മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം BP മരുന്ന് നിർത്തി. അതെനിക്ക് ശരീരത്തിനും മനസ്സിനും ഒക്കെ മൊത്തത്തിൽ എൻ്റെ തലയ്ക്കുള്ള ഒരു കനം കുറഞ്ഞതുപോലെ ശരീരത്തിന് ഒരു ഫ്ലെക്സിബിൾ ആയ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ എനിക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന പോയിട്ട് ഒരു സമയം കുറച്ച് തെറ്റിയാൽ പോലും എനിക്ക് ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ എന്നും രാത്രിയിൽ ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ രാവിലെ ആണെങ്കിൽ ഇത്രയും നേരം ഈ 9 മണി അല്ലെങ്കിൽ 10 മണി കഴിഞ്ഞതിന് ശേഷം എന്നും രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ എനിക്കതൊക്കെ ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നതാണ്. കൈ രണ്ടും ഇങ്ങനെ ഒരു ചെറിയ ചൊറിച്ചിലുണ്ടായിരുന്നു. ആ ചൊറിച്ചിലിനൊക്കെ ഒത്തിരി മാറ്റം വന്ന്. അതുപോലെ നെറ്റിയിലൊരു മുഴ ഉണ്ടായിരുന്നു. ഇപ്പം അതറിയാത്ത രീതിയിൽ അതിൻ്റെ വോളിയം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് നെക്ക് പെയിനും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പെട്ടെന്നുള്ള വന്നതാണ്. കുറേ മാസങ്ങളായിപ്പോൾ സാറിൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണണം. അപ്പം മുതലേ വിചാരിക്കുന്നുണ്ട് മരുന്നില്ലാത്തൊരു ട്രീറ്റ്മെൻറ്റിന് ഇങ്ങനെ എത്തണം എന്നുള്ളത്. അപ്പം പ്രതീക്ഷിക്കാത്തൊരു പ്രശ്നമാണ് ഇപ്പം എനിക്ക് പരിഹരിച്ച് ഞാൻ പോണത്. അതെനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ച ഒരു സംഭവമാണ് എനിക്ക് തിരിച്ച് കിട്ടിയിട്ട് ഞാൻ പോകുന്നത്. ഒരു സർജറി കാരണം മരവിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്നതിനും. പക്ഷെ അത് എന്തായാലും തിരിച്ച് കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് തന്നെയായിരുന്നു. വർഷങ്ങളായപ്പോൾ ഒരു 5-8 വർഷം പോലെയായി ഞാൻ അതിൽ പ്രയാസപ്പെടുന്നു. പിന്നെ അതിൽ എനിക്ക് റാഹത്ത് കിട്ടി. ഇന്നലെയാണ് ഞാനത് ശ്രദ്ധിച്ചത്. വളരെ സന്തോഷം അക്കാര്യത്തിൽ. കണ്ണട വെക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷം പോലെ ആയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു നേരം കണ്ണട എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആരും കാണാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്ലാങ്കായി കിടക്കും മൊത്തം. ഇപ്പം 2-3 സിറ്റിങ്ങിൽ തന്നെ അതിന് നല്ലൊരു റിസൾട്ടാണ് കണ്ടത്. എനിക്ക് ആക്ച്വലി കൈയുടെ ഇവിടെ ഒരു പെയിൻ ഉണ്ടായിരുന്നു. ഇവിടെ ശരിക്കും പെയിനായിരുന്നു. കുറേ ദിവസം കൊണ്ട് എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട്. ഇനിയിപ്പോൾ അതോട് ചേർന്ന് ഈ വിരലുകൾ ഇങ്ങനെ ആവില്ലായിരുന്നു. ഭയങ്കര പെയിനായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ഇപ്പോൾ വിരലൊക്കെ ശരിയായി. പിന്നെ ഞാൻ BP കൊളസ്ട്രോളിൻ്റെ മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു. രണ്ടും നിർത്തി. എനിക്ക് ഫിസിക്കലി ഒരു പ്രോബ്ലം ഇല്ല, നല്ല ഇതായിട്ടുണ്ട്. തന്നെ എനിക്ക് കഴുത്തിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചൊറിച്ചിൽ വരുമായിരുന്നു. അത് കൂടുതലും വരുന്നത് രാത്രിയിലായിരുന്നു. ആദ്യം ഇവിടെ തുടങ്ങി, പിന്നെ ഇവിടെ ഇങ്ങനെ. ഇപ്പം അത് കംപ്ലീറ്റ് മാറി. സോ ഐ എം സോ ഹാപ്പി. താങ്ക് യു. കാലിന് നല്ല വേദനയെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല സുഖമായിട്ടുണ്ട്. നടക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ സ്റ്റെപ്പ് കയറാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട് വെച്ചിട്ട് നല്ലതായിട്ട്. ഏതാണ്ട് 27-30 വർഷക്കാലമായിട്ട് ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. ഗുളിക കഴിച്ചുകൊണ്ടേ മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരുന്ന ആളാണ്. ഇവിടെ വന്നു ഫസ്റ്റ് ടൈം തന്നെ ഷുഗറിൻ്റെ പ്രശ്നങ്ങളൊന്നും ശാരീരികമായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ 90% ഓക്കെയുമായിട്ടുണ്ട്.